Dear students, ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചാപ്റ്റർ 4 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. അപ്പോൾ എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്നൊക്കെ ഈ പാഠത്തിൻ്റെ വരുന്ന ദിവസങ്ങളിൽ വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അതിന് മുമ്പേ 8th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ഇക്വേഷൻസ് എന്നുള്ള ഒരു ചാപ്റ്ററും അതേപോലെ തന്നെ 9th സ്റ്റാൻഡേർഡിൽ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്നുള്ള ഒരു ചാപ്റ്ററും പഠിച്ചിരുന്നു. അതുപോലുള്ള ഒരു ചാപ്റ്ററാണ് ഇതും. അവിടെ ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ 8th സ്റ്റാൻഡേർഡിൽ നമുക്ക് അറിയാത്ത ഒരു നമ്പറിനെ നമ്മൾ എക്സ് എന്ന് വിളിച്ച് ഒരു ഇക്വേഷൻ ഫോം ചെയ്ത് ആ ഇക്വേഷനിൽ നിന്ന് എക്സ് കണ്ടെത്തുകയായിരുന്നു ചെയ്തിരുന്നത്. അതേപോലെ 9th സ്റ്റാൻഡേർഡിൽ എത്തിയപ്പം ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ എക്സും വൈയുമുള്ള 2 ഇക്വേഷൻസ് ഫോം ചെയ്യുന്നു. ക്വസ്റ്റ്യനിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കിയിട്ട് ഫോം ചെയ്യുന്നു. എന്നിട്ട് ആ ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് നമ്മൾ എക്സും വൈയും കണ്ടെത്തുകയാണ് ചെയ്തിരുന്നത്. അവിടെയൊക്കെ ആ ഇക്വേഷൻസൊക്കെ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ് ആയിരുന്നു, അല്ലെങ്കിൽ ലീനിയർ ഇക്വേഷൻസ് ആയിരുന്നു നമുക്ക് പറയാം. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ, എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നുള്ളതിനെക്കുറിച്ച് ചെറിയ ഒരു ഐഡിയ മാത്രം ഇപ്പോൾ തരാം. ബാക്കി നമ്മൾ ഈ ചാപ്റ്ററിൽ മുന്നോട്ട് പോകുമ്പോൾ വളരെ വ്യക്തമായിട്ട് പഠിക്കും എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അപ്പോൾ 8th സ്റ്റാൻഡേർഡിൽ ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചപ്പോൾ 2x + 3 = 9 ഈ ഫോമിലുള്ള ഇക്വേഷനായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. ഇതിൽ എക്സിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. വേരിയബിൾ, ഈ എക്സിന് മേലെ ഒരു നമ്പർ ഉണ്ട്, പക്ഷെ അത് എഴുതിയിട്ടില്ല എന്ന് മാത്രം. ഓക്കെ, അത് 1 ആണ്. അതിനെ നമ്മൾ എക്സിൻ്റെ പവർ അല്ലെങ്കിൽ എക്സ്പൊണൻ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പവർ 1 ആണ്, അല്ലെങ്കിൽ എക്സ്പൊണൻ്റ് 1 ആണ്. ഇവിടെ 2xനെ ഒരുമിച്ച് നമ്മൾ ഒരു ടേം എന്നാണ് പറയാം. അപ്പോൾ ഈ ടേമിലെ വേരിയബിളായ എക്സിൻ്റെ പവർ 1 ആയതുകൊണ്ട് ഈ ടേമിൻ്റെ ഡിഗ്രി നമ്മൾ 1 എന്നാണ് പറയാം. ഓക്കെ, അതുകൊണ്ട് ഈ ഇക്വേഷൻ ഇൻ ഡിഗ്രി 1 എന്ന് പറയും. ഓക്കെ, ഡിഗ്രി 1 ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനാണ്, അതും അല്ലെങ്കിൽ ലീനിയർ ഇക്വേഷനാണ് എന്നൊക്കെ പറയും. ഓക്കെ, പിന്നെ 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ എത്തിയപ്പോൾ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് പഠിച്ചപ്പോൾ അവിടെ ഇങ്ങനെ തന്നെയായിരുന്നു. 2x + y = 7, അല്ലെങ്കിൽ 3x - 2y = 7. ഇതുപോലെയൊക്കെയുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 9th സ്റ്റാൻഡേർഡിൽ. അവിടെയും എന്താണ്, ഇവിടെ 2 വേരിയബിൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു വേരിയബിൾ മാത്രം, ഇവിടെ 2 വേരിയബിൾസ് ഉണ്ട് എന്നുള്ള ഒരു ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ ഇതിൻ്റെ പവർ 1 ആണ്, ഇവിടെ ഇതിൻ്റെ പവർ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി 1, ഇതിൻ്റെ ഡിഗ്രി 1 എന്ന് പറയാം. ഓക്കെ, ഈ ടേമിൻ്റെ ഡിഗ്രി 1 ആണ്, ഈ ടേമിൻ്റെ ഡിഗ്രി 1 ആണ്. അപ്പോൾ ഇക്വേഷൻ്റെ ഡിഗ്രി ഇവിടെ 1 ആണ്. എന്താണ് ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് ചോദിച്ചാൽ, ടേമിൻ്റെ ഡിഗ്രി എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇക്വേഷൻ്റെ ഡിഗ്രി എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ടേമിൻ്റെയും ഡിഗ്രി കാണുക, എന്നിട്ട് അതിൽ ഏറ്റവും വലിയ ഡിഗ്രി ഏതാണോ അതാണ് ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടേമിൻ്റെ ഡിഗ്രി 1 ആണ്, ഇവിടെയും ടേമിൻ്റെ ഡിഗ്രി 1 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ്റെ ഡിഗ്രി തന്നെ 1 ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ. എന്നാൽ ഒരു ഇക്വേഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, x² + 3 = 25 ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ വേരിയബിൾ ഉള്ള ടേം ഇതാണ് എക്സ്. ഈ എക്സിൻ്റെ എക്സ്പൊണൻ്റ് 2 ആണ്, അല്ലെങ്കിൽ പവർ 2 ആണ്. ഇവിടെ മറ്റ് നമ്പേഴ്സൊന്നും വരുന്നൊന്നുമില്ല. അപ്പോൾ ഇത് x² എന്നുള്ളതും ഉള്ളതിനെ നമുക്ക് ഈ ഇക്വേഷനിലുള്ള ഒരു ടേം എന്ന് വിളിക്കാം. ഓക്കെ, ഈ ടേമിൻ്റെ ഡിഗ്രി എത്രയാണെന്ന് ചോദിച്ചാൽ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഗ്രി 2 ആയതുകൊണ്ട് ഈ ഇക്വേഷൻ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയാം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ഇനിയിപ്പോൾ ഒരു ഇക്വേഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, x² + 3 = 5. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സിൻ്റെ പവർ 2 ആണ്, അല്ലെങ്കിൽ എക്സ്പൊണൻ്റ് 2 ആണ്. ഇവിടെ 2x² ഒരുമിച്ച് നമുക്കൊരു ടേം എന്ന് പറയാം. ഇവിടെ ഈ ടേമിൻ്റെ ഡിഗ്രി എത്രയാണെന്ന് ചോദിച്ചാൽ 2 ആണ്. ഇനി
2x² + 3x + 3 = 5 ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 3x = 5. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് ടേംസ് ഉണ്ട്. ഈ ടേമിൻ്റെ ഡിഗ്രി എത്രയാണെന്ന് ചോദിച്ചാൽ 1 ആണ്. കാരണം ഇവിടെ എക്സ്പൊണൻറ്റിൻ്റെ പവർ 1 ആണ്, 3x ആണ് ഒരു ടേം. ആ ടേമിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ എക്സ്പൊണൻറ്റിൻ്റെ പവർ നോക്കിയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഡിഗ്രി 1, ഈ ടേമിൻ്റെ ഡിഗ്രി എത്രയാണെന്ന് ചോദിച്ചാൽ 2 ആണ്. അപ്പോൾ ഇവിടെ ഡിഗ്രി 1, ഇവിടെ ഡിഗ്രി 2. ഈ രണ്ട് ഡിഗ്രികളിൽ വലിയത് ഏതാണ്? ഡിഗ്രി 2 ആണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഡിഗ്രി 2 ആയിട്ടുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, ഡിഗ്രി 2 ആയിട്ടുള്ള ഇക്വേഷൻ ആണെന്ന് പറയാം, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കുന്നു. അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. പേജ് 79 സ്ക്വയർ പ്രോബ്ലംസ് എന്നുള്ള ഒരു ഹെഡിങ് കാണാം. അങ്ങനെയാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. അതിൽ ഏറ്റവും ആദ്യം പറയുന്നത് വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 മീറ്റർ ദ പെരിമീറ്റർ ബിക്കംസ് 36 മീറ്റേഴ്സ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ? ഒരു സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയറിൻ്റെ സൈഡ് എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ അതിൻ്റെ സൈഡ്സ് എന്ത് ചെയ്തു? 1 മീറ്റർ വീതം ഇൻക്രീസ് ചെയ്തപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എത്രയായി മാറി? 36 മീറ്റേഴ്സായി മാറി. എങ്കിൽ ആ ഒറിജിനൽ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ എക്സാമ്പിൾ പേജ് നമ്പർ 79. സ്ക്വയർ പ്രോബ്ലംസ് എന്ന് പറഞ്ഞ ഭാഗമാണ് തുടക്കം തന്നെ. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയറിൻ്റെ സൈഡ് നമ്മൾ എക്സ് എടുക്കുന്നു. ഇതിൻ്റെ സൈഡ് 1 മീറ്റർ ഇൻക്രീസ് ചെയ്തു. ഇവിടുന്ന് ഇങ്ങോട്ട് സ്കെയിൽ വെച്ച് 1 മീറ്ററിനോട് കൂട്ടി, അതേപോലെ തന്നെ ഈ സൈഡ് 1 മീറ്റർ കൂട്ടി. ഓക്കെ, 1 1. അപ്പോൾ ഈ അഡ്ജസൻ്റ് സൈഡ് ഇത്രയാണെങ്കിൽ ഇവിടെയും അതേപോലെ തന്നെ സൈഡ് വരും. എക്സ് പ്ലസ് 1 ആണ് ഒരു സൈഡ്, എക്സ് പ്ലസ് 1. അപ്പോൾ ഈ സൈഡ് എക്സ് പ്ലസ് 1, ഈ സൈഡൊക്കെ എക്സ് പ്ലസ് 1 ആയിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ 36 മീറ്റേഴ്സ് ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് നമ്മൾ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്തു. ഈ പുതിയ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എക്സ് പ്ലസ് 1 ആണ്. പെരിമീറ്റർ കിട്ടാൻ ചെയ്യേണ്ടത് 4 ഇൻറ്റു സൈഡ്, സൈഡിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4 ഇൻറ്റു സൈഡ് ഈസ് ഈക്വൽ ടു 36 എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, 4 ഇൻറ്റു side is equal to perimeter. That is 4 into x plus 1. വലിയ സ്ക്വയറിൻ്റെ സൈഡാണ് എക്സ് പ്ലസ് 1. വലിയ സ്ക്വയറിൻ്റെ പെരിമീറ്റർ 36 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 4 ഇൻറ്റു എക്സ് പ്ലസ് 1 ആയതുകൊണ്ട് എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 36/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 എന്ന് കിട്ടും. അപ്പോൾ എക്സ് പ്ലസ് 1 9 ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 9 മൈനസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 മീറ്റേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഓരോ സൈഡും എത്രയാണ്? 8 മീറ്റർ ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണോ വന്നിരിക്കുന്നത്? ഇവിടെ ഓൺലി ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, നമുക്ക് 4 ഇൻറ്റു എക്സ് പ്ലസ് 1, ഇവിടെ എക്സിൻ്റെ പവർ എത്രയാണ്? 1 ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷനാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് നമ്മൾ പോകുന്നു. തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാം when one side of a square is increased by 1 meter the area becomes 36 square meters. What is the length of a side of the original square? നേരത്തെ പറഞ്ഞിരുന്നത് പെരിമീറ്ററിനെ കുറിച്ചാണെങ്കിൽ ഇപ്പോൾ പറയുന്നത് സ്ക്വയറിനെ കുറിച്ചാണ്. ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് 1 മീറ്റർ കൂടെ കൂട്ടിയപ്പോൾ അതിൻ്റെ ഏരിയ 36 സ്ക്വയർ മീറ്ററായി മാറി. എങ്കിൽ അതിൻ്റെ ഒരു സൈഡ് എത്രയാണ് എന്നാണ് ചോദ്യം. ഏതിൻ്റെ? ഒറിജിനൽ സ്ക്വയറിൻ്റെ എന്ന് പറഞ്ഞാൽ ആ സ്ക്വയറിൻ്റെ സൈഡ് 1 മീറ്റർ ഇൻക്രീസ് ചെയ്യുന്നതിന് മുമ്പുള്ള
അവസ്ഥയിൽ ആ സമയത്തുള്ള ഒരു സൈഡ് എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഞാൻ എക്സ് സൈഡായിട്ടുള്ള സ്ക്വയർ വരച്ചു. അതിൻ്റെ സൈഡ് 1 സെൻറ്റിമീറ്റർ ഇൻക്രീസ് ചെയ്താൽ എങ്ങനെയാണ് സ്ക്വയർ വരിക എന്നൊക്കെ കാണിച്ചു. അതേ സ്ക്വയർ തന്നെയാണ്, പക്ഷേ അവിടെ പെരിമീറ്റർ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്, സ്ക്വയർ ഏരിയ ആണ് എന്നുള്ള ഒരൊറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ സ്ക്വയറിൻ്റെ സൈഡ് വീണ്ടും നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഫിഗർ ഉണ്ടാവുക. x1 x1 ഓക്കെ. അപ്പോൾ സൈഡ് ഓഫ് ഒറിജിനൽ സ്ക്വയർ is equal to x. ഓക്കെ. അപ്പോൾ പുതിയ സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണ്, ഏരിയ ഓഫ് ന്യൂ സ്ക്വയർ. ന്യൂ സ്ക്വയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, സൈഡ് 1 മീറ്റർ ഇൻക്രീസ് ചെയ്തപ്പോൾ ഉണ്ടായ സ്ക്വയറാണ് കേട്ടോ. ദാറ്റ് ഈസ് 36 മീറ്റർ സ്ക്വയറാണ്. അപ്പോൾ സൈഡ് സ്ക്വയർ ആണ് ഏരിയ. സൈഡ് സ്ക്വയർ, സൈഡിൻ്റെ സ്ക്വയർ കണ്ടാൽ എന്ത് കിട്ടും, ഏരിയ കിട്ടും. അപ്പോൾ ഇവിടെ സൈഡ് എന്ന് പറയുന്നത് x+1 ആണ്. x+1ൻ്റെ സ്ക്വയർ ആണ് ഏരിയ. എത്ര, 36. അപ്പോൾ x+1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 36 എന്ന് കിട്ടുന്നു. ഈ ഇക്വേഷനിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. കാരണം ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, x² എന്നുള്ള ടേം കിട്ടും. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, x+y ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു x² + 2xy + y² പഠിച്ചിട്ടുണ്ട്. അതേപോലെ x+1 ഹോൾ സ്ക്വയറിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് x² + 2 ഇൻറ്റു x ഇൻറ്റു y ആണിത്. അപ്പോൾ 2 ഇൻറ്റു x ഇൻറ്റു 1 ദാറ്റ് ഈസ് 2x. y², അപ്പോൾ 1² ഈസ് 1. അപ്പോൾ ഇവിടെ ഡിഗ്രി എത്ര വരുന്നുണ്ട്, 2 വരുന്നുണ്ട്. അപ്പോൾ x+1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്, നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്ന് നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടെത്തുന്നു. നമുക്കറിയാം x² എന്ന് പറഞ്ഞാൽ x ഇൻറ്റു എക്സ് ആണ്. ഓക്കെ, x² ഈസ് ഈക്വൽ ടു 25 എന്ന് പറഞ്ഞാൽ x ഈസ് ഈക്വൽ ടു √25 ദാറ്റ്സ് ഈക്വൽ ടു 5 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ അതേപോലെ x+1 ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 36 ആണെങ്കിൽ x+1 എന്നുള്ളത് √36 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ x+1 ഈസ് ഈക്വൽ ടു 6, ദെൻ x ഈസ് ഈക്വൽ ടു 6 - 1. ഈ +1 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -1 ആവും, ദാറ്റ്സ് ഈക്വൽ ടു 5. അപ്പോൾ 5 മീറ്റർ എന്ന് കിട്ടി. വൺ സൈഡ് ഈസ് ഈക്വൽ ടു, സോ വൺ സൈഡ് ഓഫ് ദി ഒറിജിനൽ ഫിഗർ ഈസ് ഒറിജിനൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു 5 മീറ്റർ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ആൻസറിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ. അടുത്തത് സെയിം പേജിൽ തന്നെ നമുക്കൊരു ഫിഗർ കാണാം ഇങ്ങനെ. ഓക്കെ, അതിലെന്താ പറയുന്നത്, എ ബോക്സ് ഈസ് ടു ബി മെയ്ഡ് ബൈ കട്ടിംഗ് ഓഫ് സ്മോൾ സ്ക്വയർസ് ഫ്രം ഈച്ച് കോർണർ ഓഫ് എ സ്ക്വയർ ഓഫ് തിക്ക് പേപ്പർ ആൻഡ് bending upwards. The height of the box is to be 5 centimeters and volume ½ liter. ഒരു കട്ടിയുള്ള പേപ്പറിൽ നിന്ന് ഒരു സ്ക്വയർ പേപ്പർ, ഓക്കെ, ആ സ്ക്വയർ പേപ്പറിൻ്റെ 4 മൂലയിൽ നിന്നും ഓരോ സ്ക്വയർസ് വെട്ടിയിട്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഭാഗം മേലോട്ട് മടക്കിയിട്ട് ഒരു ബോക്സ് ഉണ്ടാക്കണം. ആ ബോക്സിൻ്റെ വോളിയം ½ ലിറ്റർ ആയിരിക്കണം. ആ ബോക്സിൻ്റെ ഹൈറ്റ് 5 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കണം.
ആ രീതിയിലാണ് നമ്മൾ ഒരു ബോക്സ് ഉണ്ടാക്കേണ്ടത്. ഒരു സ്ക്വയർ പേപ്പർ കട്ടിയുള്ളത് കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കേണ്ടത്. ദെൻ വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദ സ്ക്വയർ ഷീറ്റ് വി സ്റ്റാർട്ട് വിത്ത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ തുടങ്ങുന്ന ഒരു സ്ക്വയർ ഷീറ്റ് ഉണ്ടാവും. അതായത് ഏത് സ്ക്വയർ ഷീറ്റ് എടുത്തിട്ടാണോ നമ്മൾ ഇതുണ്ടാക്കുന്നത്, ഏത് പെട്ടി ഉണ്ടാക്കുന്നത്, ആ പെട്ടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്ക്വയർ ഷീറ്റ് ഉണ്ടല്ലോ, ആ സ്ക്വയർ ഷീറ്റിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് എത്രയായിരിക്കണം എന്നാണ് ചോദ്യം. അപ്പോൾ ഫിഗർ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ഒരു സ്ക്വയർ ഷീറ്റ് ഉണ്ട്. ആ സ്ക്വയർ ഷീറ്റിൻ്റെ 4 മൂലയിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഒരേ വലുപ്പത്തിലുള്ള സ്ക്വയേഴ്സ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന ഫിഗർ ഇങ്ങനെ ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഭാഗം ഇങ്ങോട്ട് മടക്കുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് മടക്കുന്നു, മറ്റേത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ മടക്കുന്നു. അങ്ങനെ മടക്കി കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എ ബോക്സ്, ഒരു ബോക്സ് കിട്ടും ഇങ്ങനെ. അങ്ങനെ ബോക്സ് കിട്ടും. അപ്പോൾ ഈ എഡ്ജും കൂടെ കൂടി ചേർന്നിട്ടാണ് ഹൈറ്റ് ഉണ്ടാവുക. അതുപോലെ ഈ 2 എഡ്ജുകൾ മടക്കുന്ന സമയത്ത് കൂടി ചേർന്നിട്ടാണ് ഹൈറ്റ് ഉണ്ടാവുക. അതായത് ഇത് രണ്ടും കൂടെയാണ് ഈ എഡ്ജ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഈ എഡ്ജും ഒക്കെ. അപ്പോൾ ഉണ്ടാക്കുന്ന ബോക്സിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷുഡ് ബി 5 സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അത് 5 ആണെങ്കിൽ ഇവിടെയും ഇതും എന്താണ്, 5 ആണ്. ഇതെല്ലാം 5 ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ബോക്സ് ഉണ്ടാക്കി കഴിയുമ്പം ആ ബോക്സിൻ്റെ വോളിയം എത്രയായിരിക്കണം, 1/2 ലിറ്റർ ആയിരിക്കണം. ഓക്കെ, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ക്യൂബിക് സെൻറ്റിമീറ്റർ, 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ 1/2 ലിറ്റർ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി 500 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പോൾ 500 സെൻറ്റിമീറ്റർ ക്യൂബാണ് ഈ ഉണ്ടാക്കാൻ പോകുന്ന ബോക്സിൻ്റെ വോളിയം എന്ന് മനസ്സിലാക്കുക. ഇനി ഒരു ബോക്സിൻ്റെ വോളിയം എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഏരിയ ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഏരിയ ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റാണ് വോളിയം. അപ്പോൾ ഈ ഉണ്ടാക്കുന്ന ബോക്സിൻ്റെ അടിഭാഗം, ഓക്കെ, അടിഭാഗം ഇങ്ങനെയായിരിക്കും. അതൊരു സ്ക്വയർ ആയിരിക്കും. ആ സ്ക്വയർ ഏതാണ്, ഈ ഫിഗറിൽ ഇതാണ് ആ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ബോക്സിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദിസ് ബേസ്. ഓക്കെ, ഏരിയ ഓഫ് ദിസ് ബേസ് ഇൻറ്റു ഹൈറ്റാണ്. അപ്പോൾ ഈ ബേസിൻ്റെ ഏരിയ കിട്ടണമെങ്കിൽ ബേസിൻ്റെ സൈഡ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവണം. ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ബേസ് സ്ക്വയർ ആയതുകൊണ്ട് ആ സൈഡിൻ്റെ സ്ക്വയർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് ബേസ് കിട്ടും. എന്നിട്ട് അതിനെ ഹൈറ്റ് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വോളിയം കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ്, ഈ സൈഡ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ നമ്മളെന്താ ചെയ്യുക, ആദ്യം ഉണ്ടായിരുന്ന സ്ക്വയർ ഷീറ്റ്. ഓക്കെ, ചോദ്യം എന്താണ്, വാട്ട് ഷുഡ് ബി ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദ സ്ക്വയർ ഷീറ്റ് വി സ്റ്റാർട്ട് വിത്ത്. നമ്മൾ തുടങ്ങിയ സ്ക്വയർ ഷീറ്റിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് എത്രയായിരിക്കണം എന്നാണ് ചോദ്യം. അപ്പോൾ ആദ്യം തുടങ്ങിയ സ്ക്വയർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഇവിടം വരെ ഉണ്ടായിരുന്നു, ഇങ്ങനെയായിരുന്നു ആ സ്ക്വയർ ഷീറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡ് നമ്മൾ എക്സ് എന്ന് എടുക്കുക. അപ്പോൾ ഇതൊക്കെ എക്സ് ആയിരിക്കും മനസ്സിലാക്കുക, എല്ലാ സൈഡും. അപ്പോൾ ഈ ഭാഗം 5 സെൻറ്റിമീറ്ററാണ്, ഈ ഭാഗം 5 സെൻറ്റിമീറ്ററാണ്. അത് 5 + 5 10 കഴിച്ചിട്ട് ബാക്കി ഇത്രയും ഭാഗമായിരിക്കും ഈ ബേസിൻ്റെ ഒരു സൈഡ്. ഓക്കെ, ഇതാണ് ബേസായി മാറുന്നത് ഞാൻ ഇവിടെ പറഞ്ഞു. അപ്പോൾ ടോട്ടൽ എക്സ് ആണെങ്കിൽ എക്സിൽ നിന്ന് 5 + 5 10 കുറച്ച് കഴിഞ്ഞാൽ
എക്സ് മൈനസ് 10 എന്ന് കിട്ടും. എക്സ് മൈനസ് 10. അപ്പോൾ എക്സ് മൈനസ് 10 ആണ് എന്ത് സൈഡ് ഓഫ് ദ ബേസ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ സൈഡ് ഓഫ് ദ ബേസ് ഓഫ് ദ ബോക്സിൻ്റെ ബേസിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് മൈനസ് 10 ആണ്. ഓക്കെ, സോ ഏരിയ ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ഈസ് ഈക്വൽ ടു വോളിയം. ഇതൊക്കെ നമ്മൾ 9ാം ക്ലാസ് പഠിച്ചതാണ്. ബേസ് ഏരിയയും ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും? വോളിയം കിട്ടും. ഏത് തരത്തിലുള്ള ബോക്സ് ആണെങ്കിലും അതിൻ്റെ വോളിയം എങ്ങനെയാണ് കിട്ടുക? അപ്പോൾ ഏരിയ ഓഫ് ബേസ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സ്ക്വയർ ആണ്. ഏരിയ ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സൈഡ് സ്ക്വയർ ആണ്. സൈഡ് ഈസ് വാട്ട്? എക്സ് മൈനസ് 10. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് 10 ഹോൾ സ്ക്വയർ. അപ്പോൾ ഏരിയ ഓഫ് ബേസ് ആയി. ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് ഈസ് വാട്ട്? 5 സെൻറ്റിമീറ്റർ. ഇവിടെ ഇൻറ്റു എന്ന് എഴുതണമെന്നില്ല, എന്നാലും നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി ഇൻറ്റു എന്ന് എഴുതി. ഇൻറ്റു 5 ഹൈറ്റ് ഈസ് ഈക്വൽ ടു വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഹാഫ് ലിറ്റർ ആണ്. ഹാഫ് ലിറ്റർ എന്ന് പറഞ്ഞാൽ 500 സെൻറ്റിമീറ്റർ ക്യൂബാണ്. സോ 500 എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റിൽ അവിടെ നിർത്തിയിട്ട് ഇൻറ്റു 5നെ മാത്രം അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ 500 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ബാക്കി വരുന്നത് എക്സ് മൈനസ് 10 ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 500 ഡിവൈഡഡ് ബൈ 5. 500 divided by 5 is equal to what? 100. അപ്പോൾ എക്സ് മൈനസ് 10 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 100 എന്ന് കിട്ടി. എക്സ് മൈനസ് 10 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 100 ആണെങ്കിൽ എക്സ് മൈനസ് 10 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അപ്പോൾ എക്സ് മൈനസ് 10 ഇസ് ഈക്വൽ ടു 10 ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 10. ഈ മൈനസ് 10 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ പ്ലസ് 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടി. 20 മീറ്റർ. ഓക്കെ, അതായത് നമ്മൾ ആദ്യം തന്നെ എടുക്കുന്ന ആ കട്ടിയുള്ള ഷീറ്റ് ഉണ്ടല്ലോ, ആ ഷീറ്റിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് എത്രയായിരിക്കണം? 20 മീറ്റർ ആയിരിക്കണം എന്നാണ് നമുക്കിപ്പം മനസ്സിലാകുന്നത്. 20 മീറ്റർ അല്ല, 20 സെൻറ്റിമീറ്റർ ആയിരിക്കണം എന്ന് മനസ്സിലാക്കുക. കാരണം ഹൈറ്റ് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത്തും ബ്രെഡ്ത്തും എല്ലാം എന്തായിരിക്കും? സെൻറ്റിമീറ്റേഴ്സിൽ ആയിരിക്കും. സോ വിൽ ഗെറ്റ് വാട്ട്? എക്സ് ഈസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് കിട്ടിയിരിക്കുന്നത്. ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ മാറ്റിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ഷീറ്റിൻ്റെ വൺ സൈഡാണ് ചോദിച്ചത്. സോ വൺ സൈഡ് ഓഫ് ദ ഷീറ്റ്. ഏത് ഷീറ്റ്? ഇത് ഷീറ്റ് വി സ്റ്റാർട്ട് വിത്ത്. ഓക്കെ, ഈ ബോക്സ് ഉണ്ടാക്കുന്നതിന് മുമ്പേ നമ്മൾ അതിനുണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയ ആ ഷീറ്റിൻ്റെ വൺ സൈഡാണ് ഉദ്ദേശിക്കുന്നത്. വൺ സൈഡ് ഓഫ് ദ ഷീറ്റ് ഈസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ. അതായത് ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ ഷീറ്റ് ഈസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടുന്നു. അപ്പോൾ പേജ് 80 എക്സാമ്പിൾ കഴിഞ്ഞു. 79 and 80 എക്സാമ്പിൾസ് എല്ലാം കഴിഞ്ഞു. ഇനി 81 എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാണ്. ആ എക്സസൈസിൽ 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡു ദീസ് പ്രോബ്ലംസ് യൂസിങ് ഓൾജിബ്ര ഓർ അതർവൈസ്. ഓൾജിബ്ര ഉപയോഗിച്ച് കാണാം, അല്ലാതെയും കാണാം, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കാണാം. പക്ഷേ ഞാനിവിടെ എല്ലാം ഓൾജിബ്ര ഉപയോഗിച്ചുകൊണ്ടാണ് കാണുന്നത്. ഓൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് കാണുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാത്ത ഒരു വാല്യൂ കണ്ടെത്താൻ വേണ്ടി നമ്മൾ എക്സ് എന്നുള്ള വേരിയബിൾ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ വൈ സെഡ് പോലെയുള്ള ഏതെങ്കിലും വേരിയബിൾ കൊടുത്തുകൊണ്ട് ചെയ്യുമ്പോഴാണ് നമ്മളെന്ത് പറയുന്നത്? ഓൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ മറ്റ് ലെറ്റേഴ്സ് ഒന്നും ഉപയോഗിക്കാറില്ല, വേരിയബിൾസ് ഒന്നും ഉപയോഗിക്കാറില്ല. കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? എക്സ് എന്നുള്ള വേരിയബിളാണ്.
ക്വസ്റ്റ്യൻസ് ഇൻ പേജ് 81 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ 1 പേജ് 81 സ്റ്റാർട്ട് ചെയ്യുന്നു. ഒന്നാമത്, വെൻ ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ വാസ് റെഡ്യൂസ്ഡ് ബൈ 2 meters, the area became 49 square meters. What was the length of a side of the original square? ഒരു സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ത് ചെയ്തു? 2 meters റെഡ്യൂസ് ചെയ്തു. ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ 2 meters റെഡ്യൂസ് ചെയ്തു. അങ്ങനെ റെഡ്യൂസ് ചെയ്തപ്പം ഏരിയ എത്രയായി മാറി? 49 square meters ആയി മാറി. ദെൻ വാട്ട് വാസ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ? അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്ത് എത്രയായിരുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ ഇതാണ് ഒറിജിനൽ സ്ക്വയർ എന്ന് വിചാരിക്കുക. അതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്താണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. 1 meter കുറച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 meter കുറച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 meter കുറച്ചു. ടോട്ടലാണ് എക്സ് കേട്ടോ. ഇത്രയും ഭാഗം എക്സ് ആണ് ടോട്ടൽ. 1 കുറച്ചു. അപ്പോൾ പുതിയ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഈ ഭാഗം ഉണ്ടാവില്ല. ഈ ഭാഗം മായ്ച്ച് കളഞ്ഞാൽ കിട്ടുന്ന ഈ സ്ക്വയറാണെന്ത്? പുതിയ സ്ക്വയർ. ആ പുതിയ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ ടോട്ടൽ എക്സ് ആണ്, അവിടുന്ന് 1 മൈനസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് x-1 ആയിരിക്കും. അതേപോലെ ഇതും എന്താണ്? x-1. അപ്പോൾ ഓരോ സൈഡും x-1 ആയിരിക്കും. ആ പുതിയ സ്ക്വയറിൻ്റെ ഏരിയയാണ് എത്രയാണ് തന്നിരിക്കുന്നത്? 49 square meters എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ പുതിയ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്രയാണ്? x-1 ആണ്. ആ x-1ൻ്റെ സ്ക്വയർ, സൈഡ് സ്ക്വയർ, ദാറ്റ്സ് ഈക്വൽ ടു 49. ഓക്കെ, സ്ക്വയറിൻ്റെ ഏരിയ, സൈഡ് ഓഫ് ഒറിജിനൽ സ്ക്വയറിൻ്റെ സൈഡ് എന്തായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ദെർഫോർ x-1 ഹോൾ സ്ക്വയർ, അതായത് ചെറിയ സ്ക്വയറിൻ്റെ ഒരു സൈഡാണ് x-1, അതിൻ്റെ ഏരിയ x-1 സ്ക്വയർ, അതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 49. സോ വി ഗെറ്റ് x-1 ഈസ് ഈക്വൽ ടു root of 49, that is equal to 7. 7 square is equal to 49, we know. Therefore root of 49 is equal to 7. അപ്പോൾ x-1 7 ആണെങ്കിൽ x is equal to 7 plus 1, that's equal to 8. അപ്പോൾ ഒറിജിനൽ സ്ക്വയറിൻ്റെ, ആദ്യം ഉണ്ടായിരുന്ന സ്ക്വയറിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് എന്താണ്? 8 meters ആണ്. ഓക്കെ, സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ 8 meters. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ കണ്ടെത്തി. ഇനി രണ്ടാമത് നോക്കുക. എ സ്ക്വയർ ഗ്രൗണ്ട് ഹാസ് എ 2 meter wide path all around it. The total area of the ground and the path is 1225 square meters. What is the area of the ground alone? ഒരു ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിൻ്റെ ഷേപ്പ് സ്ക്വയർ ആണ്. ആ ഗ്രൗണ്ടിൻ്റെ ചുറ്റുഭാഗത്തുകൂടി എല്ലാ ഭാഗത്തും 2 meters വൈഡായിട്ടുള്ള ഒരു പാത്തുണ്ട്. അങ്ങനെ ആ പാത്തും ആ ഗ്രൗണ്ടും, സ്ക്വയർ ഗ്രൗണ്ടും രണ്ടും കൂടെ കൂടിയതിൻ്റെ ഏരിയ 1225 square meters ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് അലോൺ? അങ്ങനെയാണെങ്കിൽ ഗ്രൗണ്ടിൻ്റെ മാത്രം ഏരിയ എത്രയാണ് എന്നാണ് ചോദ്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ആ ഗ്രൗണ്ടിൻ്റെ ഷേപ്പ് സ്ക്വയറാണ്. അതിൻ്റെ മാത്രം ഏരിയ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഗ്രൗണ്ട് അലോൺ? ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ എക്സ് ആണെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും എക്സ് ആണെന്ന് വിചാരിക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് എ സ്ക്വയർ ഗ്രൗണ്ട്. ഇതൊരു ഗ്രൗണ്ടാണ് കേട്ടോ. ആ ഗ്രൗണ്ടിൻ്റെ ചുറ്റി കൊണ്ടുവന്നിട്ട് ഒരു പാത്തുണ്ട്. ആ പാത്തിൻ്റെ വിഡ്ത്ത് എല്ലാ ഭാഗത്തും സെയിമാണ്.
എത്രയാണ്? 2 meters ആണ് വിഡ്ത്ത്. അപ്പോൾ ഇങ്ങനെ വിഡ്ത്ത് 2 meters. ഇവിടെയും അതേപോലെ തന്നെ എന്താണ് 2 meter. ഇങ്ങനെ എടുത്താലും 2 meter, ഇങ്ങനെ എടുത്താലും ഒക്കെ 2 meter ആണ്. അപ്പോൾ ഈ സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇത്രയും ഭാഗം എക്സ് ആണെങ്കിൽ +2 + 2 ദാറ്റ് ഈസ് x+4 ആയിരിക്കും ഈ ടോട്ടൽ സൈഡ്. അപ്പോൾ ഇതെല്ലാം x+4 ആണെന്ന് മനസ്സിലാക്കുക. ബിക്കോസ് ഉള്ളിലുള്ളത് സ്ക്വയറാണ്, എല്ലാ സ്ഥലത്തും വിഡ്ത്ത് സെയിം ആണ്. വിഡ്ത്ത് ഡിഫറൻ്റ് ആണെങ്കിൽ ഈ വലിയ ഫിഗർ ഉണ്ടല്ലോ, ഈ ഫിഗർ എന്തായിരിക്കില്ല? സ്ക്വയർ ആയിരിക്കില്ല. പക്ഷേ ഉള്ളിലുള്ളത് സ്ക്വയറാണ്, വിഡ്ത്തും സെയിം ആണ്. അതുകൊണ്ട് ഈ പുറത്ത് വരുന്നതും സ്ക്വയറായി മാറും. ആ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എത്രയാണ്? x+4 ആണ്. അപ്പോൾ ഈ ഗ്രൗണ്ടും ഈ പാത്തും രണ്ടും കൂടെ ചേർന്നിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 1225 സ്ക്വയർ മീറ്റർ എന്നാണ്. അപ്പോൾ x+4 സൈഡായിട്ടുള്ള സ്ക്വയറിൻ്റെ ഏരിയയാണ് തന്നിരിക്കുന്നത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഏരിയ ഓഫ് ഗ്രൗണ്ട് ഓൺലി. അപ്പോൾ സൈഡ് ഓഫ് ദ ഗ്രൗണ്ട്, ഓക്കെ, സൈഡ് ഓഫ് ദ സ്ക്വയർ ഗ്രൗണ്ട് ആണ്. സൈഡ് ഓഫ് ദ ഗ്രൗണ്ട് ഈസ് ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ x+4 ഹോൾ സ്ക്വയർ, അതായത് ഈ കംപ്ലീറ്റ് ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു 1225 എന്ന് തന്നിട്ടുണ്ട്. സോ x+4 ഈസ് ഈക്വൽ ടു √1225 ദാറ്റ് ഈസ് ഈക്വൽ ടു 35. 1225ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 35 ആണ്. ഇങ്ങനെ 25ൽ അവസാനിക്കുന്ന നമ്പേഴ്സ്, ആ നമ്പേഴ്സിന് കൃത്യമായ സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ ആ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇപ്പം 1225 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ആദ്യം എഴുതുക, ദാറ്റ് ഈസ് 5. ഇനി ഇതിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്ക്വയർ ഏതിൻ്റെ സ്ക്വയറാണ് നോക്കുക. 2 square is 4, 3 square is 9, 4 square is equal to 16. അപ്പോൾ ഇവിടെ 16 ഇല്ല, 3 square മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 12ൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ക്വയർ ഏതിൻ്റെ സ്ക്വയറാണ്? 3യുടെ സ്ക്വയറാണ്. സോ വിൽ റൈറ്റ് 3. അപ്പോൾ 35 എന്ന് കിട്ടി. അങ്ങനെ 25ൽ അവസാനിക്കുന്ന നമ്പേഴ്സ്, ആ നമ്പേഴ്സിന് പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഉണ്ടായിക്കോളുന്നില്ല. അപ്പോൾ 1325 എന്നെഴുതി. ഇതിനൊരു പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ഇല്ല. സ്ക്വയർ റൂട്ട് ഉണ്ട്, പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയർ റൂട്ട് ഇല്ല. കാരണം ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു സ്ക്വയർ റൂട്ട് കിട്ടും. ബട്ട് ദാറ്റ് വിൽ ബി എ ഡെസിമൽ നമ്പർ. ഓക്കെ, പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ ആവാൻ പാടില്ല. ഇതുപോലുള്ളൊരു ഹോൾ നമ്പർ സ്ക്വയർ റൂട്ടായിട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ 25ൽ അവസാനിക്കുന്ന നമ്പർ ആണെങ്കിൽ 25ൻ്റെ സ്ക്വയർ റൂട്ടായ 5 ആദ്യം എഴുതുക. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നമ്പറിൽ നിന്ന് കിട്ടാവുന്ന സ്ക്വയർ ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണെന്ന് ആലോചിക്കുക. അപ്പോൾ ഇവിടെ 12ൽ 3ൻ്റെ സ്ക്വയർ ആണുള്ളത്. therefore we can write 3. അപ്പോൾ 35 is the square root of 1225. അപ്പോൾ x+4 is equal to 35 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ x is equal to 35 minus 4. X is equal to 35 minus 4, that's equal to 31. That is side of the ground is equal to 31 meter. Therefore area of ground നമ്മളോട് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദ ground, that is equal to side square, that is 31 square. Then 31 into 31 kana 31, so 961 noto, that's equal to 961 meter square. Okay, but 961 meter square ആണ് ഏരിയ ഓഫ് ദി സ്ക്വയർ ഗ്രൗണ്ട് എലോൺ. അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇനി ആ എക്സസൈസിൽ 2 ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുണ്ട്. ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു നെക്സ്റ്റ് ഡേ.